ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഇൻഡസ്ട്രി ആൻഡ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി എന്നതായിരുന്നു. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയിലെ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്നും അതുപോലെ തന്നെ പ്രൈമറി ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ഡിവിഷനും നാം പഠിച്ചു. ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി എന്നത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും ആ സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ ഡിവിഷനുമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. സെക്കൻഡറി ഇൻഡസ്ട്രി ഈസ് divided into two. The first one is manufacturing industry and the second one is construction industry. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. Secondary industry is divided into manufacturing industry and construction industry. Then manufacturing industry is again divided into four. The first one is analytical industry, second one synthetic industry, third one is processing industry, and the fourth one is assembling industry. ആദ്യം അതിൻ്റെ ഒരു ഡിവിഷൻ പറഞ്ഞു എന്ന് മാത്രം. എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. So the first one is secondary industry is divided into two, manufacturing and construction. That manufacturing industry is again divided into four: analytical industry, synthetic industry, processing industry, and assembling industry. Then secondary industry, there is no division for a construction industry. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് നോക്കാം. Secondary industry, it deals with materials extracted at the primary stage. പ്രൈമറി സ്റ്റേജിൽ നാച്ചുറൽ റിസോഴ്സസിനെ നാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. നാച്ചുറൽ റിസോഴ്സസിനെ ആ നാച്ചുറൽ റിസോഴ്സസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രിയെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ദീസ് ഇൻഡസ്ട്രീസ് either process the material or produce goods. അതായത് നാം പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പ്രൊഡക്റ്റുകളെ ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫർദർ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. അപ്പോൾ ആ പ്രൈമറി സ്റ്റേജിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സിംഗ് നടക്കുന്ന ഇൻഡസ്ട്രിയെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി? ആ സെക്കൻഡറി ഇൻഡസ്ട്രിയിലുള്ള ഒന്നാമത്തെ ഡിവിഷൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. വാട്ട് ഈസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി? ദേ എൻഗേജ് in converting raw materials into finished goods. ആ റോ മെറ്റീരിയൽസ് എവിടെ നമുക്ക് ലഭിക്കുന്നത്? ഫ്രം ദി പ്രൈമറി സ്റ്റേജ് ഓർ ഫ്രം ദി പ്രൈമറി ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. അതിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദി പ്രൊഡക്ട്സ് manufactured may either be consumer goods or capital goods. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ആ പ്രൊഡക്റ്റുകൾ ഒന്നുകിൽ കൺസ്യൂമർ ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആവാം. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഗുഡ്സ് ആകാം. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് പിന്നീട് അസറ്റുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആവാനും ആ രീതിയിലുള്ള ഗുഡ്സ് ആവാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പ്രൈമറി ഇൻഡസ്ട്രിയിൽ നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാം എക്സ്ട്രാക്ട് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, നാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകളെ
ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസിങ് സ്റ്റീൽ, മേക്ക് ഫർണിച്ചർ, മേക്കിംഗ് ബട്ടർ എക്സെട്ര. സ്റ്റീൽ പ്രൊഡക്ഷൻ എന്നുള്ളത് ആ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നാം പ്രൈമറി ഇൻഡസ്ട്രിയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതിനെ സ്റ്റീലായിട്ട് മാറ്റുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ്. ആ സെക്കൻഡറി ഇൻഡസ്ട്രിയിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ്. അതുപോലെ തന്നെ ഫർണിച്ചർ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മരം, ആ തടി നാം പ്രൈമറി ഇൻഡസ്ട്രിയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നാലോ ആ മരം ഉപയോഗിച്ചുകൊണ്ട് ഫർണിച്ചറുകൾ നാം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നാം കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ ആ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ നമുക്കറിയാം 4ആയിട്ട് നാം ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തേതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിവിഷൻ കൃത്യമായി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. സെക്കൻഡറി ഇൻഡസ്ട്രി ഡിവൈഡഡ് ഇൻ ടു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് നാം പറഞ്ഞു. ആ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലെ 4 ഡിവിഷനാണുള്ളത്. ഒന്നാമത്തെ ഇൻഡസ്ട്രിയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വാട്ട് ഈസ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി? ഇൻ ഈച്ച് ദി മെയിൻ പ്രൊഡക്ട്സ് or raw material is divided into various sub products. നാം അനലൈസ് ചെയ്യുന്നു. അത് ഈസ് കോൾഡ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അതായത് നമുക്ക് ഒരു റോ മെറ്റീരിയൽ ലഭിച്ചു. ആ റോ മെറ്റീരിയൽസിന് നമ്മൾ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകളായിക്കൊണ്ട് സബ് പ്രൊഡക്റ്റുകളായിക്കൊണ്ട് നാം ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയെയാണ് നാം അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈമറി ഇൻഡസ്ട്രിയിൽ നാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പെട്രോളിയം എന്ന് പറയുന്നത്. ആ പെട്രോളിയം എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നാം വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ നാം ഡിവൈഡ് ചെയ്തെടുക്കുന്നു. പെട്രോളിയത്തിൽ നിന്നാണ് നമുക്ക് പെട്രോൾ ലഭിക്കുന്നത്, ഡീസൽ ലഭിക്കുന്നത്, അതുപോലെ തന്നെ കെറോസിൻ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അത്തരത്തിൽ അവസാനം അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റായി കൊണ്ട് ലഭിക്കുന്ന ടാർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം പെട്രോളിയം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള പെട്രോളിയം എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകളായിക്കൊണ്ട് പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകളായിക്കൊണ്ട് സബ് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ് പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്ന ആ രീതിയിൽ ഒരു പ്രൊഡക്റ്റിനെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകളായിട്ട് അനലൈസ് ചെയ്ത് മാറ്റുന്ന ഇൻഡസ്ട്രിയെയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സിന്തറ്റിക് ഇൻഡസ്ട്രി. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലെ രണ്ടാമത്തെ ഡിവിഷനാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. What is synthetic industry? In it, one main product is made from various raw materials. Synthetic ആണ്. അതായത് വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് നാം സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സോപ്പ്, മാനുഫാക്ചറിങ് ഓഫ് സോപ്പ്, പെയിൻറ്റ്, സിമെൻറ്റ് എക്സെട്ര. ഒരു സിമെൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള റോ മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഒരു സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള റോ മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിന്തറ്റിക് ഇൻഡസ്ട്രി. ദെൻ ദ തേർഡ് വൺ ഈസ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. വാട്ട് ഈസ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി? ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഡിഫറെൻറ്റ് സ്റ്റേജസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ഫറിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സ്റ്റേജസ് കടന്നുപോയിട്ട്
വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രോസസ്സുകൾ കടന്നു പോയിട്ട് അവസാനം നാം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയെയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി എക്സെട്ര. ഒരു ഷുഗർ ഫാക്ടറിയിൽ നാം ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ടീ ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഒരു ടീ അല്ലെങ്കിൽ ഷുഗർ എല്ലാം തന്നെയും പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രോസസ്സുകളിലൂടെ, വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സ്റ്റേജസിലൂടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബിൾ ചെയ്യുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന ഇൻഡസ്ട്രിയാണ്. In which different parts of the products are purchased from the market and assembled to make a complete product. വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പാർട്സ് എല്ലാം തന്നെയും ഉപയോഗിച്ചുകൊണ്ട് അത് അസംബിൾ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയാണ് നാം അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സൈക്കിൾ ഇൻഡസ്ട്രി, കാർ ഇൻഡസ്ട്രി, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി എക്സെട്ര. ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പാർട്സ് ഒരു കാറിനുണ്ടാവും. ഒരു കാറ് അങ്ങനെ ഫുള്ളായിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു കാറ് പഠിച്ചുണ്ടാക്കലല്ല, നേരെ മറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് അത് അസംബിൾ ചെയ്തുകൊണ്ടാണ് ഒരു കാർ നാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പാർട്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. CPU, അതുപോലെ തന്നെ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും മദർ ബോർഡ്, റാം, റോം പോലെയുള്ള വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പാർട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫൈനൽ കമ്പ്യൂട്ടർ നാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഡിഫറെൻറ്റ് പാർട്സിനെ അസംബിൾ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ഈ ഒരു 4 ഇൻഡസ്ട്രീസ് നാം മനസ്സിലാക്കുക. ഒന്നാമത്തേതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ നാം അനലൈസ് ചെയ്തുകൊണ്ട് വേർതിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ദെൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് സിന്തറ്റിക് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ആ സിന്തറ്റിക് ഇൻഡസ്ട്രിയിൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള റോ മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിന്തറ്റിക് ഇൻഡസ്ട്രി. മൂന്നാമത് നാം പറഞ്ഞിട്ടുള്ളത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയാണ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സ്റ്റേജസ് കടന്നു പോയിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. നാലാമത് പറഞ്ഞിട്ടുള്ളത് അസംബ്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള പാർട്സിനെ അസംബിൾ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. നാം പറഞ്ഞു വന്നത് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. അതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള 4 ഡിവിഷൻസ് ആണ് നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Then next you have to study is what is construction industry. സെക്കൻഡറി ഇൻഡസ്ട്രിയിലുള്ള രണ്ടാമത്തെ ഡിവിഷനാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. They engaged in construction of dams, bridges, airports, etc. കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാമുകളുടെ കൺസ്ട്രക്ഷൻ ആകാം, ബ്രിഡ്ജസിന്റെ കൺസ്ട്രക്ഷൻ ആകാം, എയർപോർട്ടുകളുടെ കൺസ്ട്രക്ഷൻ ആകാം. ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനെയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് വരുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് വരുന്നത്? വളരെ സിമ്പിളാണ് അത് മനസ്സിലാക്കാൻ. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ അത് ഇമ്മൂവബിൾ പ്രൊഡക്ട്സ് ആയിരിക്കും. വാട്ട് ഈസ് ഇമ്മൂവബിൾ? നമുക്ക് അത് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്കതിനെ മാറ്റുവാൻ സാധിക്കില്ല. മൂവ് ചെയ്യാൻ, ചലിപ്പിക്കാൻ സാധിക്കാത്ത പ്രൊഡക്റ്റുകളെയാണ്, ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു വലിയ ബിൽഡിംഗ് നാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. സോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അതിൽ നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ ദാറ്റ് ഈസ് ഇമ്മൂവബിൾ പ്രൊഡക്ട്സ്.
എന്നാൽ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് ആണെങ്കിലോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ദാറ്റ് ആർ മൂവബിൾ പ്രൊഡക്ട്സ്, നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന, നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ ദാറ്റ് ആർ ഇമ്മൂവബിൾ, നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കാത്ത പ്രൊഡക്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. അതിന് എക്സാമ്പിളാണ് ഡാം, ബ്രിഡ്ജസ്, എയർപോർട്ട്സ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. ദി പ്രൊഡക്ട്സ് ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇമ്മൂവബിൾ. അതാണ് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. The products of these industries are immovable, labor intensive and which are used mostly for public welfare. ഏറ്റവും ലേബർ ഇൻറ്റൻസീവായിട്ട് കൂടുതൽ തൊഴിലാളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാം നടത്തുന്ന ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ പബ്ലിക് വെൽഫെയറിന് വേണ്ടി നാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇമ്മൂവബിൾ പ്രൊഡക്റ്റുകളാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുകയും ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് ടേർഷ്യറി ഇൻഡസ്ട്രി. ഫസ്റ്റ് നാം പറഞ്ഞത് പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രിയെ നാം ഡിവൈഡ് ചെയ്തു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. Manufacturing industry is again divided into four: analytical industry, synthetic industry, processing industry and assembling industry. Then രണ്ടാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്താണ് എന്ന കാര്യവും നാം പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മൂന്നാമത്തെ തേർഡ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ആണ്. ദാറ്റ് ഈസ് കോൾഡ് ടേർഷ്യറി ഇൻഡസ്ട്രി. What is tertiary industry? Tertiary industry, they concern with providing services that support the industries, that support the primary industries and secondary industry. സേവനം ആണ്, സർവീസസ് ആണ് tertiary ഇൻഡസ്ട്രിയിൽ വരുന്നത്. They concern with providing services. സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്, സർവീസുകളാണ് ടേർഷ്യറി ഇൻഡസ്ട്രി വരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള സർവീസുകളാണ്, അല്ലെങ്കിൽ ആർക്കുള്ള സർവീസുകളാണ്? ദാറ്റ് സപ്പോർട്ട് ദി പ്രൈമറി ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് സർവീസുകൾ, സെക്കൻഡറി ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് സർവീസുകൾ. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയെയാണ് ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. വിശദമായിക്കൊണ്ട് നമുക്ക് ഓരോന്നും പിന്നീടുള്ള ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ട്രാൻസ്പോർട്ടിംഗ്, ഗതാഗതം പ്രൈമറി ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ആവശ്യമാണ്. ബാങ്കിങ് ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമാണ്, ഇൻഷുറൻസ് ആവശ്യമാണ്, വെയർ ഹൗസിങ്, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയെയാണ് നാം ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി എന്നുള്ളതിൽ ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്നുള്ളത് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രി എന്നും അതിലുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി, സബ് ഡിവിഷൻ ഓഫ് ഇൻഡസ്ട്രി നാം പഠിച്ചു കഴിഞ്ഞു. പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ടേർഷ്യറി ഇൻഡസ്ട്രിയും അതിൽ വരുന്ന സബ് ഡിവിഷൻസും നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വാട്ട് ഈസ് കൊമേഴ്സ് എന്നതാണ്. എന്താണ് കൊമേഴ്സ് എന്നുള്ളത് വരുന്നത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൊമേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇത് പഠിക്കുവാനുള്ളത്. ആ കൊമേഴ്സ് എന്നുള്ളതിൽ ഈ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് സർവീസുകളെ സംബന്ധിച്ചിടത്തോളം വിശദമായിക്കൊണ്ട് നാം പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗുഡ് ബൈ.